വസന്തം തീർത്ത് കളമ്പൂർ പാടത്ത് സൂര്യകാന്തി പൂക്കാലം. പിറവം സ്വദേശി ജിജോ എബ്രഹാമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ 40 സെന്റിൽ സൂര്യകാന്തി കൃഷിയിറക്കി വിളയിച്ചെടുത്തിരിക്കുന്നത്. സൂര്യകാന്തി വിരിഞ്ഞതോടെ സെൽഫി എടുക്കാൻ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ദിനംപ്രതി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞ പാടം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കാണാൻ അവസരമുണ്ടാക്കുക എന്നതാണ് ജിജോയുടെ ലക്ഷ്യം. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. നെൽകൃഷിയും കാർഷിക വിളകളും മലയാളിക്ക് അന്യമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇവ രണ്ടും ഒരേപോലെ സമന്വയിപ്പിച്ച് കാഴ്ചക്കാർക്ക് നല്ല ഒരു ദൃശ്യവിരുന്ന് സമ്മാനിക്കുകയാണ് ജിജോ എബ്രഹാം എന്ന യുവ കർഷകൻ. പിറവം നഗരസഭ 20-ാം ഡിവിഷനിലെ കളമ്പൂരിൽ അന്തിക്കാട് കവലയ്ക്ക് സമീപമുള്ള പാടശേഖരത്താണ് സൂര്യകാന്തിയും നെല്ലും വിളഞ്ഞു നിൽക്കുന്ന ഈ മനോഹര ദൃശ്യം. അവധി ദിവസങ്ങളിൽ ഫോട്ടോ എടുക്കാനും റീൽസ് ചെയ്യാനുമായി സന്ദർശകരുടെ വലിയ തിരക്കാണ് ഇപ്പോൾ ഇവിടെ. സൂര്യകാന്തിക്ക് പുറമെ ചെണ്ടുമല്ലിയും താമരയും കൃഷി ചെയ്തിട്ടുണ്ട്. കമ്പത്തു നിന്നാണ് സൂര്യകാന്തി വിത്ത് എത്തിച്ചത്. തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരത്തും മസിനഗുഡിയിലും മാത്രം കണ്ടിരുന്ന സൂര്യകാന്തി പാടത്തിന്റെ മനോഹാരിത കളമ്പൂരിലെ തന്റെ കൃഷിയിടത്തിൽ ജിജോ ഒരുക്കിയത് ലാഭമുണ്ടാക്കാനല്ല. സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞ പാടം കുട്ടികൾക്കും മുതിർന്നവർക്കും കാണാൻ അവസരം ഉണ്ടാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. തവളക്കണ്ണൻ, മാപ്പിളച്ചെമ്പ, രക്തശാലി, ജീരകശാല, കൊടുകണ്ണി, കുറുവ, ചെമ്പാവ്, കരിനെല്ല്, മുണ്ടോൻ, ഞാവര, ബസുമതി, ആന്ധ്ര ബ്ലാക്ക്, ന്യൂജൻ ഇനങ്ങളായ IR5, IR8, IR20, ഉമ, അരീക്കലാഴി തുടങ്ങി 42-ൽ പരം നെല്ലിനങ്ങളാണ് 35 ഏക്കറിൽ കൃഷി ഇറക്കിയിട്ടുള്ളത്. കൂടാതെ തണ്ണിമത്തൻ, ചീര, കുക്കുംബർ, വെള്ളരിക്ക, വാഴ, കപ്പ എന്നിവയടങ്ങുന്ന വിവിധ ഇനം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിത് കുട്ടികളെ വന്ന് കാണുകയും അല്ലെങ്കിൽ കൃഷിയിടം വന്ന് സന്ദർശിക്കാനായിട്ട് വരുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സൂര്യകാന്തിയും കുറച്ച് ബന്ദിയൊക്കെ നമ്മൾ നട്ടതാണ്. ഇത് ഇപ്പം നല്ല രീതിയിൽ പൂവായിട്ട് നിൽക്കുന്നു. ഇതിപ്പോൾ നട്ടിട്ട് ഒരു 45-ാം ദിവസം പൂവാകും. ഒരു 10 ദിവസം 12 ദിവസം അതിൻ്റെ പൂ നിൽക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇത് കൊഴിഞ്ഞു പോകും. ഇപ്പോൾ സ്കൂളുകളിൽ നിന്ന് കുട്ടികളും മറ്റുള്ളവരെല്ലാം ഇത് കാണാനായിട്ട് വരുന്നു. അവർ വന്ന് ഈ 42 ഇനം നെല്ല്, അതായത് പഴയ ഇനങ്ങളായ 20 ഇനം നെല്ല് നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു കപ്പ, അതുപോലെ പച്ചക്കറികളെല്ലാം ആയിട്ടും ഇതെല്ലാം ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ അതെല്ലാം കുട്ടികളിവിടെ വന്ന് കാണുന്നുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് തന്നെ. അതാണ് കുട്ടികൾ വരും കാലങ്ങളിൽ ഈ കൃഷി എന്താണ് 60 വയസ്സിൽ താഴെയുള്ള ആരും കൃഷി ചെയ്യുന്നില്ല, കൃഷി എന്താണെന്ന് അറിയുക. അത് അവർക്ക് അതിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.